വാർത്തയിലേക്കാണ്. അർജുന്റെ മൃതദേഹം അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലാണ് ഇന്ന് ആരംഭിക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടെ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കും തിരച്ചിൽ. അർജുന്റെ ലോറി ഇന്ന് തന്നെ കണ്ടെത്താൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ദൌത്യസംഘം. നിലവിൽ ഗംഗാവലിപ്പുഴയിലെ നീരൊഴുക്ക് 1 നോട്ടായി കുറഞ്ഞത് തിരച്ചിലിന് അനുകൂലമാണ്. KV ബൈജു അവിടെ നേരിട്ട് വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഡ്രഡ്ജർ ഏതാണ്ട് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടല്ലേ? എത്ര മണിയോടുകൂടി ഈ നേവി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കും? കാലാവസ്ഥ അനുകൂലമാണ്, ഒഴുക്ക് അനുകൂലമാണ്, പൊതുവെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. തീർച്ചയായും രഞ്ജിത്തെ, കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അത് മാത്രമല്ല, ഡ്രഡ്ജർ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ ആ സ്ഥലത്താണ്. അതായത് ലോറി കണ്ടെത്തിയ ആ ലോറി ഉണ്ടെന്ന് റഡാർ പരിശോധനയിലും അതുപോലെ തന്നെ സോണാർ പരിശോധനയിലും കണ്ടെത്തിയ ആ സ്ഥലത്താണ്. ഇവിടെ 10 മണിയോടുകൂടി ഡ്രഡ്ജർ എത്തും. ഇതിൽ 1-ാം പാലം, അത് വേലി ഇറക്ക സമയത്തായിരുന്നു 1-ാം പാലം കടന്നതെങ്കിൽ 2ാമത്തെ പാലം, റെയിൽവേ പാലം, അത് വേലിയേറ്റ സമയത്ത് മാത്രമേ കടക്കാൻ സാധിക്കൂ. കാരണം അവിടെ മൺതിട്ടുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ കടക്കാൻ പറ്റൂ. ആ ഒരു പ്രതിസന്ധി കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ട് പിറകിൽ തന്നെ ഡ്രഡ്ജർ ഇപ്പോൾ ഉണ്ട്. അത് 10 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് പുറപ്പെടും. 12 മണിക്ക് ഈ തെരച്ചിൽ പുനരാരംഭിക്കാനാണ് എന്തായാലും ആലോചനയുള്ളത്. നമുക്കിപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം, വെള്ളം തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ വെള്ളം ആ രീതിയിൽ മൺകൂനകളൊക്കെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഈ പ്രദേശമാകെ അത്രത്തോളം വലിയ വെള്ളം ഉണ്ടായ ഒരു പ്രദേശമാണ്. അതൊക്കെ മാറി മൺകൂനകളൊക്കെ കാണുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഒരു വെല്ലുവിളി ഉള്ളത്, വേലി ഇറക്ക സമയത്ത് വലിയ തോതിൽ വെള്ളം കുറയുന്നത് ഈ ടഗ് ബോട്ട് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ പ്രതിസന്ധിയുണ്ട്. അതാണ് ഇന്നലെ ഇവിടെ ഈ ഗംഗാവലി പുഴയിൽ, അതായത് ഈ ദുരന്ത ഭൂമിയിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നത്. പക്ഷേ അത് ഒരു 10 മണിയോടുകൂടി വെള്ളം കുറച്ചുകൂടി ഉയർന്നതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം ആകും എന്ന ആണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും 12 മണിക്ക് തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം സജ്ജീകരിക്കാൻ പറ്റും എന്നാണ് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്തെ, ഇതൊരു രക്ഷാ ദൌത്യമല്ല. അതേസമയം അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് എന്ത് സംഭവിച്ചു, ആ ലോറി എവിടെ, ഇത് പ്രധാനമായും കണ്ടെത്തുക എന്നത് തന്നെയാണ് ഈ ദൌത്യ സംഘത്തിന് മുന്നിൽ ഉള്ള ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. ആ രീതിയിലുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും ലോറി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ലോറിയുടെ മുകളിൽ വലിയ തോതിൽ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും ഈ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ആ മൺകൂനകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും നടക്കുക. 2-3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ലോറിയുടെ മുകൾ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മൺകൂനകൾ മാറ്റാൻ കഴിയുമെന്നാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും ഗോവയിൽ നിന്നും മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഡ്രഡ്ജർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയ്ക്ക് തൊട്ടരികിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഏതായാലും ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുന്നതിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. വേലി ഏറ്റ സമയത്തിനായി കാത്തിരിക്കുന്നതാണ്. ആദ്യ പാലം വേലി ഇറക്ക സമയത്തായിരുന്നു കടക്കേണ്ടത്. കാരണം അതൊരു ഉയരം കുറഞ്ഞ പാലമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുറയാൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 2ാമത്തെ റെയിൽവേ പാലമാണ് ഗോകർണ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള 17 സ്പാനുകളുള്ള ആ പാലം. അത് ഒരു പക്ഷേ വെള്ളം കൂടുതലുണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റൂ. കാരണം മൺതിട്ടകളിൽ ഈ ബോട്ട് സഞ്ചരിക്കുന്നതിന് പ്രയാസമുണ്ട്. ഏതായാലും വെസൽ ബോട്ടും അതുപോലെ തന്നെ ഈ ടഗ് ബോട്ടും 2 ബോട്ടുകളാണ് കടന്നു വരേണ്ടത്. 10 മണിയോടുകൂടി തന്നെ ഈ ബോട്ട് ഇവിടെ എത്തിക്കാൻ ആകുമാണ് അധികൃതർ, അതായത് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. നമ്മുടെ ഈ തെരച്ചിലിന്റെ ഒരു ഫലപ്രാപ്തി, നേരത്തെ ബൈജു പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനമല്ല ഇതിപ്പോൾ അർജുൻ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ലോറി അവിടെ ഉണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. അർജുനൊപ്പം കാണാതായ മറ്റ് 2 പേർ കൂടി ഉണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അവർ അവിടെ ആ സംസ്ഥാനത്തുള്ള ആളുകളാണ്. അത് പ്രധാനമായും ഉള്ള കാര്യമാണ്. അപ്പോൾ നേരത്തെ നമുക്കറിയാം വലിയ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. ഈ മൺകൂനകൾ 2-3 മൺകൂനകൾ രൂപപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ നമ്മൾ നേരത്തെ തന്നെ സ്പോട്ട് ചെയ്ത, നേവി അടക്കം സ്പോട്ട് ചെയ്ത, ഇന്ദ്രബാലനൊക്കെ അടക്കം സ്പോട്ട് ചെയ്ത പ്രദേശങ്ങൾ തന്നെ കേന്ദ്രീകരിച്ചാണോ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉള്ളത് പരിശോധിക്കുന്നുണ്ടോ?
ഇല്ല രഞ്ജിത്ത്, ആ കാര്യത്തിൽ നേവി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. കൃത്യമായി ഈ ലോറി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ മൺകൂനകൾ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം സോണാർ പരിശോധനയിൽ കണ്ടെത്തിയത്. ആ സ്ഥലം കൃത്യമായി കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടക്കുക. അവിടെ ഈ ലോറിയുടെ ഈ മരം കെട്ടാൻ ഉപയോഗിച്ച കയറൊക്കെ ലഭിച്ച സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ട് സമീപം തന്നെയാണ്. അവിടെയാണ് കൃത്യമായ ഈ പരിശോധന നടക്കുക. അവിടെ ടഗ് ബോട്ട് അവിടെ ഉറപ്പിച്ചതിന് ശേഷം അത് ഈ ടഗ് ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ സമയം വേണം അത് ഇവിടെ ഉറപ്പിക്കാൻ. അതുകൊണ്ടാണ് 12 മണി എന്ന ഒരു സമയം ഇവർ പറഞ്ഞത്. 9:30-10 മണിയോടുകൂടി ഇവിടെ ടഗ് ബോട്ട് എത്തും. അതിനുശേഷം 3 മണിക്കൂറോളം സമയം ഇത് ഉറപ്പിക്കാൻ വേണം. അതിനുശേഷമായിരിക്കും ഈ മൺകൂനകൾ മാറ്റുന്ന പ്രവർത്തികളിലേക്ക് കടക്കുക. നേവിയുടെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധർ അല്പസമയത്തിനകം ഇവിടെ എത്തും. ആ സംഘങ്ങളായിരിക്കും ഈ ലോറി ഏതെങ്കിലും തരത്തിൽ മൺകൂനകൾ മാറ്റി കണ്ടെത്തിയാൽ അതിന്റെ ക്യാബിൻ അരികിലേക്ക് എത്താൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുക. അതല്ലെങ്കിൽ ഒരു പക്ഷേ ക്രെയിൻ ഉപയോഗിച്ച് നാളെയോ മറ്റന്നാളോ ഈ ലോറി പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ ലോറിയുടെ ക്യാബിനിലേക്ക് മൺകൂനകൾ നീക്കം ചെയ്താൽ എത്താൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം ആ രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് തന്നെ ആ ലോറിക്കരിയിലേക്ക് എത്താൻ പറ്റും. അതേസമയം ആ ലോറി ക്യാബിനകത്തേക്ക് ഇന്ന് എത്താൻ കഴിയുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചു, ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു രക്ഷാ ദൗത്യമല്ല. പക്ഷേ അതേസമയം തന്നെ 2 മാസത്തിലേറെയായി അർജുൻ എവിടെ എന്ന ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഈ റിപ്പോർട്ടിങ്ങിന് ഉണ്ടായ ഒരാൾ എന്ന നിലയിൽ ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അർജുന്റെ ലോറിയും കാണാമറിയത്താണ്. അതുപോലെ തന്നെ ലോകേഷും ഈ ജഗന്നാഥും രണ്ടുപേരെയും കൂടി കണ്ടെത്താനുണ്ട്. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമായിരുന്നു ഈ രണ്ടുപേരെ. കർണാടക ഏതായാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ജിതിനെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? ഇതെന്താണ് ഇപ്പോൾ ഈ ടഗ് ബോട്ട് എത്ര മണിക്ക് എത്തുന്നതാണ് അറിയാൻ സാധിക്കുന്നത്? ടഗ് ബോട്ട് എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു സമയം ഈ വേലി കയറ്റുന്ന സമയത്ത് ഉച്ചയോടെ പിന്നെ ഇതിന്റെ വർക്ക് പുനരാരംഭിക്കുക എന്നായിരുന്നു ഇൻഫോം ചെയ്തത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുവരെ ഈ സമയം വരെ ഇത് എത്തിച്ചേർന്നിട്ടില്ല. എന്തായാലും കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ സമയം 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്താനുള്ള ദൂരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നേവിയും അതുപോലെ തന്നെ ഈ അധികൃതരും പറയുന്നത് ഈ ലോറിക്കകത്ത് തന്നെ അർജുൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അവർ കാണുന്നത്. കുടുംബവും അത് തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ലോറി ഇതിലെ കൂടി കടന്നു പോകുമ്പോൾ അർജുനോട് സംസാരിച്ചിരുന്നു, താൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും കുടുംബം വിശ്വസിക്കുന്നത് ലോറി കണ്ടെത്തിയാൽ അർജുന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇത് ഒരു രക്ഷാ ദൗത്യമല്ല. പക്ഷേ കുടുംബത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ഈ അർജുനെ ഒരു അവസാനമായി ഒരു നോക്ക് കാണുക എന്നത്. അത് തന്നെയല്ലേ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ലോറിക്ക് ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ക്യാബിൻ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ എല്ലാം. ഇതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കും തന്നെയാണ് കരുതുന്നത്. തീർച്ചയായും. ഓക്കെ, ശരി. അതാണ് ഇത്. ജിതിനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഈ രീതിയിൽ ക്യാമ്പ് ചെയ്ത് ഉണ്ടായിരുന്നു. അർജുന്റെ സഹോദരി ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തുന്നുണ്ട്. എന്നാലും കുടുംബം ഇവിടെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒപ്പം ഒരുപാട് പേർ നമുക്കും ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നു, ഈ ലോറി കണ്ടെത്താനാകുമോ? അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ലോറി കണ്ടെത്തുക. എന്ത് സംഭവിച്ചു? ഈ 3 പേരെവിടെയാണ്? നമുക്ക് രഞ്ജിത്തെ ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാം. ഇത് ജഗന്നാഥിന്റെ കുടുംബം ഇവിടെ സ്ഥാപിച്ചതാണ്. അവർ ഒരു പക്ഷേ മാനസികമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഈ ദൃശ്യം ജഗന്നാഥിന്റെ കുടുംബം ഇവിടെ അവരുടെ ആ ജഗന്നാഥിന് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ ചെയ്ത വളരെ ദയനീയമായ ഒരു ദൃശ്യമാണ്. അവർക്ക് ഇതുവരെ ജഗന്നാഥിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അവർ ആ ഒരു ഇവിടെ അവരുടെ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ആ കുടുംബമാണ് ഇവിടെ റോഡ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കടന്നത്. വലിയ തോതിൽ പ്രതിഷേധം കലക്ടറേറ്റിൽ ഉൾപ്പെടെ ആ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ കുടുംബം അത്തരത്തിൽ ഇനി ഇല്ല എന്ന് വിശ്വസിച്ച് അവരുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തതിന്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും ആ 3 പെൺമക്കൾ അടങ്ങിയ ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ജഗന്നാഥ്. ജഗന്നാഥിന്റെ ഇതിൽ ഏറ്റവും ആശ്വാസമുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ജഗന്നാഥിന്റെ അവരുടെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഉപജീവനത്തിന് മാർഗമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജോലി നൽകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത, 3ാമത്തെ മകൾക്ക് RT ഓഫീസിൽ
ഉടുപ്പിയിൽ ഇത്തരത്തിൽ ജോലി നൽകി എന്നതാണ്. രണ്ടാമത്തെ മകൾ ഏതായാലും ടീച്ചിങ് മേഖലയിലേക്കും ഒരു ജോലി സാധ്യത അവർക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ആ കുടുംബം അനാഥമായിപ്പെട്ട ഒരു കുടുംബമാണ്. 20 വർഷമായി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ജോലിക്കാരനായിരുന്നു അയാൾ. ലക്ഷ്മണന്റെ ബന്ധു കൂടിയായിരുന്നു. ലക്ഷ്മണന്റെ കുടുംബം അപ്പാടെ ഇല്ലാണ്ടായി. അവരുടെ 5 പേരാണ് കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഇല്ലാതായത്. ആ ഹോട്ടലിലെ 20 വർഷമായി ഇതുവഴി പോകുന്ന ലോറിക്കാർക്കൊക്കെ അറിയാം. ലക്ഷ്മണനും അതുപോലെ തന്നെ ഈ ജഗന്നാഥനും ഒക്കെ വലിയ പരിചയമാണ്. അവർ സൗഹൃദം പങ്കിടും, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത്രയും രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു ഇവരുമായി ഉണ്ടായിരുന്നത്. ആ കുടുംബം അപ്പാടെ ഇല്ലാതായി. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു ആ ചായക്കട. അതിന്റെ ഒരു ഭാഗം പോലും ഇവിടെ കാണാനില്ല. ആ കുടുംബത്തിന്റെ വലിയ സങ്കടകരമായ കാഴ്ചയായിരുന്നു. അവരുടെ വീട്ടിൽ നമ്മൾ പോയതായിരുന്നു. ഏതായാലും അവർക്ക് ജോലി നൽകിയെന്ന ഒരു ആശ്വാസ വാർത്തയുണ്ട്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഒരു ദിവസം തന്നെയാണ്. ഈ ലോറി ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന വലിയ വിശ്വാസം തന്നെയാണ്, വലിയ പ്രതീക്ഷ തന്നെയാണ് ദൗത്യ സംഘത്തിനുള്ളത്. എന്തായാലും എന്താണ് അർജുനെ സംഭവിച്ചത്, അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരണം. ബൈജു, എത്ര മണിയോടുകൂടി ഏതാണ്ട് ദൗത്യം തുടങ്ങാൻ ആരംഭിക്കും എന്നുള്ളതാണ്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണല്ലോ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും നേവിയുടെയോ മറ്റെന്തെങ്കിലും, നമ്മൾ നേരത്തെ അർജുൻ മാൽപ്പയുടെ ഒക്കെ സാന്നിധ്യം അവിടെ കണ്ടു. അങ്ങനെ കൂടുതലായ ആളുകളുടെ ഒരു സഹായവും സാന്നിധ്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ ഒരു യോഗം ചേരുന്നതായി നമുക്ക് ഇന്നലെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കൃഷ്ണന്തു, യോഗം ഇന്ന് ഉണ്ടാകില്ല. കാരണം അതിലൊരു തീരുമാനമായിരിക്കുന്നു 12 മണിക്ക്. അതായത് ഈ ടഗ് ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ സമയമാണ് അവർക്ക് അതിവിടെ ഉറപ്പിക്കാൻ വേണ്ടത്. അതിനുശേഷം 12 മണിയോടുകൂടി തന്നെ ഈ മണ്ണ് നീക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ കടക്കും. എന്തായാലും ഈ ഡ്രഡ്ജർ കമ്പനിയുടെ കാര്യത്തിൽ അവർ ഏത് രീതിയിലാണോ നേരത്തെ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നത് അത് കൃത്യമായി അവർ പാലിക്കുന്നുണ്ടായിരുന്നു. കാരണം ഗോവയിൽ നിന്നും അവർ കാർവാറിലേക്ക് എത്തിയതും കാർവാറിൽ നിന്നും അഴിമുഖത്തേക്ക് എത്തിയതും കൃത്യസമയത്തായിരുന്നു. ഇന്നലെയും അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാണ്, 10 മണിയോടുകൂടി ഇവിടെ ഈ ബോട്ട് എത്തിക്കാനാകുമെന്നാണ്. ആ 12 മണിയോടുകൂടി തന്നെ തങ്ങളുടെ ജോലി തുടരും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ലോറി പുറത്തേക്ക് എടുക്കുക വലിയ ശ്രമകരമായ ജോലി തന്നെയാണ്. അതിന് വലിയ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണ്ടിവരും. നിലവിൽ ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നത് ലോറിയുടെ ക്യാബിൻ അകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മണ്ണ് നീക്കി എത്താൻ പറ്റുമോ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതൊക്കെ ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അതിനൊക്കെ ഒരു ഉത്തരം ലഭിക്കുമോ? എന്തായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. കുടുംബം ഇവിടെ കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ. ആ ലോറി ഇനി ഇപ്പോഴും കാണാമറയത്താണ്. എന്ത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കന്നഡികരായ 2 പേരുണ്ട്, അവരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്കുമായുള്ള തെരച്ചിൽ കൂടിയാണിത്. 11 പേരാണ് ഈ അപകടത്തിൽ കാണാതായത്. 8 പേരുടെ മൃതദേഹങ്ങൾ പിറ്റേ ദിവസം, അതായത് 2 ദിവസത്തിനകം തന്നെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് നിന്നാണ് 8 പേരുടെ മൃതദേഹവും ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ കുടുംബവും ഒപ്പം അവിടെ എത്തിയ ആൾക്കാരുമാണ്. അത്തരത്തിൽ ശരവണൻ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങളാണ് നേരത്തെ ലഭിച്ചതെങ്കിൽ 3 പേർ ആ സമയം മുതൽ കാണാനില്ല, ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 3 പേരെ കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു, ഏത് രീതിയിലാണ് ഇത് അപകടം സംഭവിച്ചത്, ലോറി എവിടെയാണ്, ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ തെരച്ചിൽ വളരെ പ്രധാനമാണ്. മണ്ണ് നീക്കി ഈ ലോറി പുറത്തേക്കെടുക്കാൻ തന്നെയാണ് ആദ്യത്തെ ശ്രമം. അത് കൃത്യമായ സ്ഥലം നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെ ബോട്ട് ഉറപ്പിച്ച് അതിനുശേഷം ആ മണ്ണ് നീക്കം ചെയ്ത് ആ ലോറി പുറത്തേക്കെടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ഒരു പക്ഷേ ഇന്ന് തന്നെ ലോറി കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ലോറിക്ക് ക്യാബിനരികിലേക്ക് ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ എത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കും. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ച് ലോറി പൂർണ്ണമായും, നമ്മളത് കാർവാറിലും കണ്ടതാണ്, മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ആ ലോറി പുറത്തേക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ അതിലും ദുഷ്കരമായിരിക്കും മണ്ണിൽ പൂണ്ടു കിടക്കുന്ന ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്നത്. ആ ദൗത്യത്തിലേക്കായിരിക്കും സംഘം കടക്കുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാ ദൗത്യമല്ല, ഒപ്പം അതന്നെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയേണ്ട ഒരു ദൗത്യവുമായാണ് ജില്ലാ ഭരണകൂടം പോകുന്നത്. അതും ഏറ്റവും അവസാനഘട്ട തിരച്ചിൽ എന്ന് വേണം പറയാൻ. 3ാം ഘട്ടമാണ് ഇത്. ഏറ്റവും അവസാനമായ ഒരു പരിശ്രമം എന്ന് വേണം പറയാൻ. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അർജുൻ എന്ത് സംഭവിച്ചു, ലോറിക്ക് എന്ത് സംഭവിച്ചു, അർജുനൊപ്പം കാണാതായ മറ്റു 2 പേർ, അവരും ഈ പറഞ്ഞതുപോലെ ആ നാടിന്റെ, ആ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ആളുകളാണ്. അവരുടെ വിവരവും ലഭ്യമാകേണ്ടതുണ്ട്. നേരത്തെ കാണിച്ച ദൃശ്യങ്ങളൊക്കെ ഏറെ ഹൃദയഭേദകമാണ്. കാരണം അവിടെ ഒരു സ്മാരകം പോലെ തന്നെ കുടുംബാംഗങ്ങളെത്തി
ഒരു അവരുടെ തരത്തിൽ ചടങ്ങുകളും മറ്റും അതെ ചെയ്തിരുന്നു ചെയ്ത് പോയി എന്നുള്ളതും വളരെ ദയനീയമായ കാഴ്ചയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടത്